ഉറുമിയാണ്. നമ്മളൊരു അംഗപ്പുറപ്പാടിനുള്ള തയ്യാറെടുപ്പിലാണ്. വളരെ ശ്രദ്ധയോടെയുള്ള ഒരു കളരിമുറയാണ് ഈ ഉറുമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു അംഗം നമുക്ക് കാണണ്ടേ? ആ ആളെ തേടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒപ്പമുണ്ട്. അച്ഛാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഫാദർ ജോബി മാതാളികുന്നേൽ. ഞാൻ ഇടുക്കി രൂപത വൈദികനാണ്. രാജകുമാരിയിലെ സെൻറ് മേരീസ് സെൻട്രൽ സ്കൂളിൽ സേവനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാജകുമാരി ദേവമാതാ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി കൂടി സേവനം ചെയ്യുന്നു. എന്നാലും ഇങ്ങനെ ഈ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമല്ല, അച്ഛൻ ഒരു നല്ല കളരി അഭ്യാസിയാണ്. അതിനപ്പുറത്ത് കരാട്ടെ അറിയാം. അങ്ങനെ ഈ കരാട്ടയും കളരിയും ഒക്കെ മിക്സ് ചെയ്ത് ഒരു പുതിയ ഐറ്റം നമ്മൾ കാണുകയാണ്. എന്താണെന്നല്ലേ നോക്കാം. ഈ വടി കറക്കുന്നത് കളരിയിലാണോ കരാട്ടയിലാണോ? വടി കറക്ക് കളരിയിലെ ഒരു അഭ്യാസമുറയാണ്. ആദ്യം മെയ്വഴക്കത്തിനുള്ള ചുവടുകൾ പഠിച്ചതിന് ശേഷം പൂട്ടുകളുണ്ട്. ഏകദേശം ഞാൻ തുളുനാടൻ തെക്കൻ കളരിയാണ് പഠിച്ചത്. സെൻറ്റ് സെബാസ്റ്റ്യൻസ് മർമ്മ തിരുമ കളരി സംഘം ചേലച്ചുവട്, ഇടുക്കിയിലെ തന്നെ ചേലച്ചുവടിലുള്ള കളരി സംഘമാണ്. അവിടെയാണ് പഠിച്ചത്. അപ്പോൾ 7 ചുവടുകൾക്ക് ശേഷം 360ഓളം പൂട്ടുകൾ, ആ പൂട്ടുകളുടെ ഒഴിവുകൾ, അതിനുശേഷം വടി വന്നിച്ചെടുക്കുകയാണ്. വടിയുടെ പയറ്റ്, വടിയുടെ കറക്കം, അതിനുശേഷം കത്തി വന്നിച്ചെടുക്കുന്നു. അതിനുശേഷം കത്തി വെച്ചുള്ള പയറ്റ്, പിന്നെ വാളും പരിചയും, അവസാനത്തെ മുറ ഉറുമി. എന്തായാലും നമുക്ക് ഈ 2 വടി വെച്ചിട്ടുള്ള ഇതും കൂടെ കറക്കം ഒന്ന് നോക്കാം അല്ലേ? അത് നമുക്ക് നോക്കാം. എത്ര വർഷം ഈ കളരി അഭ്യാസം? ഏകദേശം 5 വർഷത്തോളം ഇതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും പ്രാക്ടീസ് മൂലമാണ് ഇത് മുമ്പോട്ടേക്ക് പോവുക. ഏത് ആയോധന കലയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാക്ടീസ് തന്നെയാണ്. അച്ഛന്മാര് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഡാൻസ് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ കളരി അഭ്യാസം ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്ന അച്ഛന്മാരുണ്ട് കേട്ടോ. കരാട്ടയൊക്കെ നന്നായി ചെയ്യുന്ന അച്ഛന്മാരുണ്ട്. കളരി ചെയ്യുന്ന അച്ഛന്മാരും ഫൈറ്റുകൾ ഒക്കെ ചെയ്യുന്ന അച്ഛന്മാരും ഉണ്ട്. ഈ ആയോധന കലകൾ, ഇപ്പോൾ ഏതായാലും ആയോധന കലകൾ അതിങ്ങനെ കൊണ്ടു നടക്കണം, അത് നിത്യമായി ചെയ്യണം. അതിൻ്റെ ഒരു സന്ദേശമായിട്ട് അച്ഛന് പറയാനുള്ളത് ഒരു പാഷനാണിത്, ലൈഫിൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും എന്തിനോടെങ്കിലും ഒരു പാഷൻ കാണും. ഇപ്പോൾ ചെറുപ്പം മുതൽ പപ്പയ്ക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി അതിനോടൊരു താല്പര്യം വരുന്നു. പിന്നെ നമ്മൾ പഠിക്കാൻ വിടുന്നു ഇതിനെ. അവിടെ ചെല്ലുമ്പോൾ വലിയ സീനിയേഴ്സ് ചെയ്യുന്ന മുറകൾ കാണുമ്പം അത് പഠിക്കണം എന്നുള്ള ആഗ്രഹം. അവിടുന്ന് ആ പാഷൻ മുമ്പോട്ട് പോകുന്നു. അതിനുശേഷം കൂടുതൽ എല്ലാവരും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പഠിക്കണം, വ്യത്യസ്തമായ എന്തെങ്കിലും പഠിക്കണം. അങ്ങനെയുള്ള ഒരു പാഷൻ, ഇതിൻ്റെ പിന്നിലൊരു പാഷൻ യാത്രയാണ്. എന്തായിരുന്നാലും നമ്മൾ ആ 2 വടി കറക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ശേഷം അച്ഛൻ പറഞ്ഞത് കത്തിയും വാളും ഒക്കെയാണ്. അപ്പോൾ വാളും പരിചയം കത്തിയൊന്നും ഇവിടെയില്ല. പകരമുള്ളത് ഏറ്റവും അവസാനത്തെ അടവാണ് ഉറുമി. ആ ഉറുമി കൂടി നമുക്കൊന്ന് കാണാം അല്ലേ? എന്തായിരുന്നാലും ഉറുമി കണ്ടില്ലേ, മണ്ണ് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ മേത്ത് കൊണ്ടില്ല, അത്രയ്ക്ക് വേഗതയാണ്. ഈ വടി കറക്കുമ്പോഴാണെങ്കിലും ഉറുമിയാണെങ്കിലും ഇത് നിരന്തരമായ പ്രാക്ടീസിലൂടെയേ പറ്റുള്ളൂ. നിരന്തരമായ പ്രാക്ടീസാണ്. ഒരു വടി കഴിഞ്ഞ് 2 വടി 2 കയ്യിൽ പിടിച്ച് കറക്കുന്ന ഒരു തലത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ഒരുപാട് ത്യാഗമുണ്ട് ഇതിൻ്റെ പിന്നിൽ. എന്ന് വെച്ചാൽ വടി കറക്കി തുടങ്ങുമ്പോൾ അത് മേത്ത് കൊള്ളും. ഒരു വടി ഒരു വശത്തു കൂടി പോകുമ്പോൾ അടുത്ത വടി അടുത്ത വശത്തു കൂടി സഞ്ചരിക്കുന്നു. ഇപ്പോൾ 2ഇടത്തും കണ്ണെത്തണം, മനസ്സെത്തണം. അപ്പോൾ അങ്ങനെ ഒന്നൊരു പ്രാക്ടീസിലേക്കായി ഇതൊന്ന് കറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഇപ്പം ഇവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പളാണ്, സെൻറ് മേരീസ് സെൻട്രൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഈ ആയോധന കലയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇവിടെ കരാട്ടയുണ്ട്, അതുപോലെ തന്നെ തൈക്കോണ്ടോ, കുംഫു, ഇത് 3 ആയോധന കലകൾ, അതുപോലെ തന്നെ യോഗയുണ്ട്. അങ്ങനെ കൂട്ടി വിട്ടോട്ടോ. യോഗയുമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടീച്ചേഴ്സ് ആബ്സെൻ്റ് ആകുന്ന സമയങ്ങളിൽ, എങ്ങനെ റെയറായിട്ട് വരാറുള്ളൂ, ആ സമയങ്ങളിൽ ചില സ്റ്റെപ്പുകൾ പഠിപ്പിക്കാറുണ്ട്.
ആയുധങ്ങൾ വെച്ചുള്ള പരിശീലനത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അത് ആദ്യത്തെ ഒരു തലം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. എന്നാലും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഈ കളരിയെക്കുറിച്ച് അറിയാനും അടുത്തറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനുമുള്ള അവസരം അച്ഛൻ ഒരുക്കുന്നുണ്ട്. എനിക്കും വലിയ താല്പര്യമുള്ളതാണ് കേട്ടോ ആയോധന കലകളോട്. എന്തായിരുന്നാലും അച്ഛനൊരു ക്ലാസ് തുടങ്ങുവാണെങ്കിൽ ഞാനും ആ ക്ലാസ്സിൽ ഒരു കുട്ടിയായിട്ട് എത്തും. അപ്പം ഈ അംഗക്കാഴ്ചകൾ തൽക്കാലത്തേക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാഴ്ച തേടി നമ്മൾ യാത്ര തുടരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.